വെൽക്കം ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻവിസിബിൾ നെക്ലസ് ആണ്. അപ്പം നമ്മുടെ അടുക്കൽ അതിനുള്ള മെറ്റീരിയൽസൊക്കെ കുറവാണ്, അതിനുള്ള ലോക്കറ്റൊന്നും ഇല്ല. അപ്പം നമ്മൾ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നമുക്ക് നല്ലൊരു നെക്ലസ് ഉണ്ടാക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് സെൻറ്റർ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് ഗിയർ ലോക്ക്, പിന്നെ കട്ടിങ് റിങ്, പിന്നെ ഒരു ഹുക്ക്, പിന്നെ കുറച്ച് ഗോൾഡ് ബീഡ്, പിന്നെ 2 ടൂൾസ്, പിന്നെ അതേ ഗിയർ വയർ. അപ്പം നമ്മൾ ഗിയർ വയർ അത്യാവശ്യം ഇറക്കം കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സിൽവർ കളറിലും ഗോൾഡ് കളറിലും ഉണ്ടാക്കാമേ. അപ്പോൾ ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു സെൻറ്റർ സ്റ്റോൺ ഇടുക. അപ്പോൾ ഇതിന് ലോക്കറ്റൊക്കെ പല ടൈപ്പിലുള്ളത് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒരു പരീക്ഷണം പോലെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 ഗോൾഡ് ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കറക്റ്റ് സെൻറ്ററിലാണോ എന്ന് നോക്കണേ, അല്ലെങ്കിൽ നമ്മുടെ മാല ഒന്ന് ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ്ട് 2 അറ്റവും കറക്റ്റായിട്ട് പിടിച്ച് സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു സെൻറ്റർ സ്റ്റോൺ ഇച്ചിരി വലിപ്പമുള്ളത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നമ്മുടെ ഗിയർ ലോക്കും അതേപോലെ തന്നെ 2 സൈഡിലോട്ടും കോർത്തെടുക്കുക. കണ്ടല്ലോ, കറക്റ്റ് സെൻറ്റർ കറക്റ്റാക്കി 2 സൈഡിലും ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ്ട് എന്നിട്ട് കറക്റ്റ് പിടിച്ച് നല്ല മുറുക്കി അതങ്ങ് ലോക്ക് ചെയ്യുക. അടുത്ത സൈഡിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് അവിടവും ലോക്ക് ചെയ്യുക. കണ്ടല്ലോ, അടുപ്പിച്ച് പിടിച്ച് ലോക്ക്. ഇനി നമുക്കിത് ഇങ്ങനെ ഒറ്റ ലോക്കറ്റിൽ തന്നെ വേണേൽ ആ മാല സെറ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ 2-3 കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് പിന്നെ ഒരു ഗിയർ ലോക്ക് ഇടുക, അത് ലോക്ക് ചെയ്യുക. കണ്ടല്ലോ, അപ്പം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാകും, പക്ഷെ നമ്മൾ ശ്രമിച്ച് നോക്കുന്നതല്ലേ ഒരു രസം. അപ്പോൾ അതാണ്ട് എന്നിട്ട് അടുത്തതൊരു സെൻറ്റർ സ്റ്റോൺ ഇട്ടു, അത് വലിപ്പം കുറവാണ്, അതിട്ടു. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഒരു ഗോൾഡ് ബീഡ് ഇട്ടു, എന്നിട്ടൊരു ഗിയർ ലോക്ക് ഇടുക. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഗിയർ ലോക്ക് ഇട്ടു, നമ്മളതും ലോക്ക് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ അടുത്ത സൈഡിലായി. ഇനി നമുക്ക് അതേ ലെവലിൽ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പോൾ ഈ 3 മാത്രമായിട്ടും ഇടാം. അപ്പോൾ ഈ മോഡൽ തന്നെ ലോക്കറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനോടൊരു സാദൃശ്യമുള്ളൊരു സാധനമായിട്ട് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ അടുക്കൽ ഇരിക്കുന്ന മെറ്റീരിയൽ ഇതാ, അത് വെച്ച് ഞാനങ്ങ് ചെയ്തു. അപ്പോൾ അതാണ്ട് ഒരു ഗോൾഡ് ബീഡ്, ഒരു സെൻറ്റർ സ്റ്റോണ്, പിന്നെ അതാണ്ട് ഒരു ഗോൾഡ് ബീഡ്, ഒരു ഗിയർ ലോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഗിയർ ലോക്ക് അങ്ങ് ലോക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പം 2 സൈഡിലും ഓരോ രീതി, ഓരോന്നായി. ഇനിയും 2 കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒറ്റ ആ ഒരു സ്റ്റോൺ മാത്രം ഇട്ടും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ 2 ആയി, ഇനി ഒരു 2 കൂടെ 2 സൈഡിലും ഇടുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇച്ചിരി കൂടെ സ്പേസ് ഇട്ട് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് ഒരു ഗോൾഡ് ബീഡിട്ട് ഒരു സെൻറ്റർ സ്റ്റോൺ കൂടി ഇടുക. അപ്പം ആ 2 സൈഡും ഒരുപോലെ ആക്കി പിടിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അത് ലോക്ക് ചെയ്തു, ഒരു ഗോൾഡ് ബീഡ് ഇടണം, എന്നിട്ട് അടുത്തത് നമ്മുടെ സെൻറ്റർ സ്റ്റോണ്, അടുത്ത ഗോൾഡ് ബീഡ്, പിന്നെ നമ്മുടെ ഗിയർ ലോക്ക്, അവിടവും സെറ്റായി. കണ്ടല്ലോ നമ്മുടെ മാല. ഇനി അടുത്ത സൈഡിലും കൂടെ ഒരു സൈഡിലല്ലേ ചെയ്തോളൂ, ഇനി ആ മറ്റേ സൈഡിലേയും കൂടെ ചെയ്താലും നമ്മുടെ മാലയുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ സ്റ്റോൺ ഇട്ടത് തിരിഞ്ഞു പോയി, അത് പിന്നെയും തിരിഞ്ഞു പോയി. അടുത്തത് സെറ്റായി. അപ്പോൾ ഇനി അതിനകത്തൊരു ഗോൾഡ് ബീഡ് ഇടണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞു പോയേ. അപ്പോൾ ഏകദേശം നമ്മുടെ മാലയുടെ സെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇതേ മോഡലിൽ ആ സെൻറ്റർ സ്റ്റോൺ ഇട്ടൊരു കമ്മലൂടെ സെറ്റ് ചെയ്താൽ നമുക്ക് പെയറായിട്ട് ഇട്ടുകൊണ്ട് പോവാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മാലയുടെ ഫ്രണ്ട് പോർഷൻ റെഡിയായി. ഇനി നമുക്കിതിന് ലോക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ ആ ലോക്കിൻ്റെ കട്ടിങ് റിങ്, ആദ്യം ഒരു ഗിയർ ലോക്ക് ഇടുക, പിന്നെ കട്ടിങ് റിങ് ഇടുക, എന്നിട്ട് ആ ലോക്കിനെ ഒഴിവാക്കി ആ തുമ്പ് വശം ആ ഗിയർ ലോക്കിൽ കൂടെ കയറ്റി വലിച്ച് മുറുക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്യുക. കണ്ടല്ലോ, വലിച്ച് മുറുക്കി ലോക്ക് ചെയ്യുക. കണ്ടോ, നമ്മുടെ കട്ടിങ് റിങ് അവിടെ സെറ്റായി. ഇനി നമുക്ക് അതിൻ്റെ ആ ബാക്കി പോർഷൻ തുമ്പ് വശം വരുന്നത് അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാൻ എൻ്റെ പ്ലെയറിൻ്റെ സൈഡ് വെച്ച് തന്നെ അത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണ്. അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി എന്താണ്ട് അടുത്ത ഭാഗത്ത് നമ്മുടെ ലോക്ക്, പിന്നെ അത് കഴിഞ്ഞ് കൊളുത്ത്, എന്നിട്ട് മറ്റേത് ചെയ്തതുപോലെ ലോക്കിടുക, കൊളുത്തിടുക, എന്നിട്ട് ആ ലോക്കിനെ ഒഴിവാക്കി കൊളുത്തിനെ ഒഴിവാക്കി ആ ലോക്കിനകത്തൂടെ ഗിയർ വയറിൻ്റെ തുമ്പ് വലിച്ചെടുത്ത് മുറുക്കി നമ്മുടെ ലോക്ക് ചെയ്തു. ഇതാ നമ്മുടെ മാല സെറ്റായി. ഇനി എന്താണ്ട് ആ ലോക്കിൻ്റെ അവിടുത്തെ അധികം വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. എന്ത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ലോക്കറ്റുകൾ ഇട്ടിപ്പം ചെയ്ത് വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കുന്തൻ സ്റ്റോൺ ഇട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് ലോക്കറ്റ് ഉണ്ടാക്കാം. അല്ലെ ഇതുപോലത്തെ ലോക്കറ്റുകൾ നമുക്കിപ്പം കിട്ടും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ നമ്മളത് മേടിക്കാമല്ലോ ധൈര്യമായിട്ട്. അപ്പോൾ അത് ഈ മോഡലിലാണ് നമ്മൾ ഇൻവിസിബിൾ നെക്ലസ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് കമൻ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ.